ബാലി ബാലി ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു ഫീലിംഗ് ആണ്. ഇവിടെ ബീച്ചസിനെ കൂടാതെ ടെമ്പിൾസ്, ജംഗിൾ, വോൾക്കാനോ, സൺറൈസ്, സർഫ് വേവ്സ്, ഹിഡൻ വാട്ടർഫോൾസ്, റൈസ് ഫീൽഡ്സ് സ്ട്രെച്ചിങ് ഫോർ എവർ. പിന്നെ ഇവിടുത്തെ ആളുകൾ വാം, സ്മൈലിംഗ് ആൻഡ് കൈൻഡ്. തെരുവിൻ്റെ ഓരോ കോർണറിലും കൾച്ചർ, ഓഫറിംഗ് ബാസ്ക്കറ്റ്സ്, ഇൻസെൻസ്, ഫ്രഷ് ഫ്രാഞ്ചിപ്പാനി. സോൾ സെർച്ചിങ്ങിന് വരുന്നവർക്ക് സൈലന്റ് റിട്രീറ്റ്സ്, യോഗശാലാസ്, സൺറൈസ് മെഡിറ്റേഷൻ. അഡ്വഞ്ചറിന് വരുന്നവർക്ക് ATV, ഡൈവിംഗ്, ക്ലിഫ് ട്രക്കിംഗ്, പാരഗ്ലൈഡിംഗ്. നൈറ്റ് ലൈഫിന് വരുന്നവർക്ക് ചങ്കു, സെമന്യ, കൂട്ട. സെൽഫ് കെയറിന് വരുന്നവർക്ക് മസാജ്, ഹീലിംഗ്, ഐസ് ബാത്ത്, ബ്രെത്ത് വർക്ക്. എല്ലാ വൈബും ഇവിടെ ഉണ്ട്. ഫുൾ മെനു. Nusa Penida. Let's go snorkeling. പിന്നെ ഇക്കണോമിക്കലാണ്. ഇന്ത്യൻ ഫ്ലൈറ്റ്സ്, ചീപ്പ് ഫുഡ്, ചീപ്പ് സ്റ്റേസ്, അഫോർഡബിൾ. മലയാളികൾക്ക് ഗോവയേക്കാൾ ചീപ്പായ ഒരു ഡെസ്റ്റിനേഷൻ, സീനറി ഡബിൾ. ബാലി എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു കൂൾ കസിൻ സിസ്റ്ററിനെ പോലെയാണ്. സെയിം ഫാമിലി വാല്യൂസ്, ഫ്യൂവർ റൂൾസ്, ബെറ്റർ പ്ലേലിസ്റ്റ്. Guys, here at Nusa Dua. Good morning. Next destination, Nusa Penida. Day 6 and 7 Nusa Penida, 20K VIP പാക്കേജ്. ഫെറി വരെ ഒരു ഡ്രൈവർ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ഫെറിയിലെ VIP പാക്കേജ്. Day 6 മുതൽ എൻ്റെ സോളോ ട്രാവൽ തുടങ്ങുകയാണ്. BHX ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ പറഞ്ഞു. സോളോ ട്രാവൽ മോഡ് ആക്റ്റീവ്. കേരള ട്രാവൽസിൻ്റെ ന്യൂസ പെനിഡ VIP പാക്കേജ് ഫോർ 20,000. വെള്ളവും ഡ്രിങ്ക്സും ഒക്കെ കിട്ടി. ആൻഡ് all the way to another island a short distance from Bali called Nusa Penida. English speaking drivers ആണ് കൂടെ ഉണ്ടായിരുന്നത്. Now let's go snorkeling. സ്നോർക്കലിംഗ് എൻട്രി പോർട്ടിൽ ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അത് സ്കിപ്പ് ചെയ്ത് സ്പെസിഫിക്കലി മാൻതാ ബേ ബുക്ക് ചെയ്യണം. എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തു. ഞങ്ങൾ മാൻതാ ബേയിൽ പോയി. 5 മിനിറ്റ് കൊണ്ട് എക്സലൻറ്റ് സീ വ്യൂ. ദൈവമേ, ഞാൻ സ്നോർക്കലിംഗിൽ സ്ക്രീം ചെയ്തു പോയില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് ഓസം ആൻഡ് ഡിവൈൻ. ലൈഫ് ടൈം മെമ്മറി. അവിടെ നിന്ന് നേരെ ക്ലിഫ് ടൂർസ്. ഏഞ്ചൽസ് ബിലബോങ്, നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ ഓൺ ക്ലിഫ് എഡ്ജ്. ഇൻസെയിൻ വ്യൂസ്. പക്ഷേ ആരൊക്കെയോ കടലിൽ പോയതുകൊണ്ട് ഇപ്പോൾ ഇൻഫിനിറ്റി പൂളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ബ്രോക്കൺ ബ്രിഡ്ജ്, നാച്ചുറൽ ആർച്ച്, ഓഷ്യൻ ഇൻസൈഡ്. ഒരു മൂവി സെറ്റ് പോലെ തോന്നും. എക്സലന്റ്. പക്ഷേ ഇതിനെയൊക്കെ കവച്ചു വെക്കുന്നതായിരുന്നു കെലിംഗ് കിങ് അഥവാ T-Rex ക്ലിഫ്. ബാലിയിലെ മോസ്റ്റ് ഐക്കോണിക് ഷോട്ട്. The cliff genuinely looks like a T-Rex. Behind me is the
T-Rex Rock. എക്സലന്റ് വ്യൂ ആണ്, പക്ഷെ ടു ക്രൗഡഡ്. ഈവൻ ദോ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് അത് കാണുന്നത്, ദ വ്യൂ വാസ് ആബ്സല്യൂട്ട്ലി വർത്ത് ഇറ്റ്. പക്ഷെ എനിക്ക് കിട്ടിയ ഗൈഡ് ഒരു എക്സലന്റ് കക്ഷിയായിരുന്നു. ആ ക്രൗഡിൽ നിന്ന് മാറി മറ്റൊരു വ്യൂ പോയിന്റിലൂടെ ഇതേ ടീറെക്സ് കാണുന്ന സ്ഥലത്ത് അദ്ദേഹം എന്നെ എത്തിച്ചു. ക്ലിഫ് ടൂർസിലേക്കുള്ള റൈഡൊക്കെ ബമ്പിയാണ്, റോഡ്സ് ഒക്കെ ഹൊറിബിൾ ആണ്. സീ വാട്ടറിലൂടെ ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അടുത്ത് പോകും. പക്ഷേ ഹെവന് പ്രൈസ് ഉണ്ട്, കംഫർട്ട് മാത്രമല്ല ഉള്ളത്. സോ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. രാത്രി ഹോസ്റ്റൽ നൈറ്റ്, ബീച്ച് ഫ്രണ്ട് ഹോസ്റ്റൽ, 1200 രൂപ പെർ നൈറ്റ്. ക്യൂബിക്കിളാണ്, 10 പേരുള്ള മുറി. പക്ഷേ അവിടെ ഐ മെറ്റ് എ ജർമ്മൻ ബാക്ക് പാക്കർ, എ ജാപ്പനീസ് ഫോട്ടോഗ്രാഫർ, എ ചിലിയൻ കപ്പിൾ, ആൻ ഇറ്റാലിയൻ സോളോ ട്രാവൽ. ഇറ്റ് വാസ് ഓസം. ബീച്ചിൽ ബോൺഫയർ, ഗിറ്റാർ, സ്പാനിഷ് സോങ്സ്, ഇന്ത്യൻ സോങ്സ്. ഒബ്വിയസ്ലി ഇന്ത്യൻ സോങ്സ് ഞാനാ പാടിയത്. ബിയർ, മിഡ് നൈറ്റ് ഓഷ്യൻ സ്വിം. എക്സലന്റ് നൈറ്റ്. രാവിലെ 5 AM സൺറൈസ്. എല്ലാവരും സൈലന്റ് ആണ്, ഞാൻ മാത്രം എല്ലാവരോടും ഉറക്കത്തിൽ ഒരു ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. ഡേ 6 + 7 ടോട്ടൽ 20,000 rupees പ്ലസ് 500 എക്സ്ട്രാ. So guys, here at Nusa Dua, that's a water blow. It's not blowing much today, but yeah, it's what it is. Day 8, Nusa Dua and Uluwatu. ഇത് ഒരു ഗെറ്റ് യുവർ ഗൈഡ് ഗോൾഡ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യൂ. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹംബിൾ, കീപ് ട്രാവലിംഗ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പീസ് ഔട്ട്.